രേഷ്മ, CPIയുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ സംഘടനയായ കേരള LSG എംപ്ലോയീസ് ഫെഡറേഷനാണ് ഹൈക്കോടതിയിൽ സമീപിച്ചതിൽ ഒരു സംഘടന എന്നുകൂടി മനസ്സിലാക്കണം. അതായത് പ്രതിപക്ഷത്തു നിന്ന് മാത്രമല്ല ഇത്തവണത്തെ വാർഡ് വിഭജന രീതികളോട് എതിർപ്പുള്ളത് ഭരണപക്ഷത്തു നിന്നും ഉണ്ട്. ഇത് ഭരണഘടനാ അനുസൃതമായിട്ടല്ല ഈ വിഭജനം നടന്നത് എന്ന വാദമാണ് അവരും മുന്നോട്ട് വെച്ചിരുന്നത്. കാരണം 2011 സെൻസസ് പ്രകാരം ചിലയിടങ്ങളിൽ വാർഡ് വിഭജന പ്രക്രിയ 2015 നടത്തിയിട്ടുണ്ട്. അന്ന് 70 പഞ്ചായത്തുകൾ പുതുതായി ആരംഭിക്കുക എന്നതുകൂടി ലക്ഷ്യമിട്ടിരുന്നെങ്കിലും അത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ 2011 സെൻസസിനെ അടിസ്ഥാനമാക്കി വാർഡ് വിഭജനം നടത്തിയ സ്ഥലങ്ങളിൽ വീണ്ടും നടത്തുക എന്നത് പറയുന്നത് അങ്ങേയറ്റം അശാസ്ത്രീയമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി ജനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ കിട്ടുന്നതിനാണ് ഈ വാർഡ് വിഭജനം എങ്കിൽ അത് ഇങ്ങനെയല്ല നടത്തേണ്ടത് എന്ന വാദവും പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്ത് ഉള്ളവർക്കുമൊക്കെ ഉണ്ട്. അതായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടാവണം ആ വാർഡ് വിഭജനം നടക്കേണ്ടത്, അല്ലാതെ നിലവിലുള്ള ഇവിടത്ത് വാർഡുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടല്ല, ആ ജനങ്ങളുടെ സേവനം മുൻനിർത്തിയാണെങ്കിൽ വാർഡ് വിഭജനം നടത്തേണ്ടത് എന്ന നിലപാടും സ്വീകരിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പരാതികളുടെ പ്രളയമായിരുന്നു കരട് പ്രസിദ്ധീകരിച്ച ദിവസം മുതൽ ഡിസംബർ 4 വരെയുള്ള ദിവസങ്ങളിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചിരിക്കുന്നത്. 16,896 പരാതികളാണ് ആകെ സംസ്ഥാനത്തുടനീളം വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്. 2,834 പരാതികൾ ഇവിടെ മാത്രമുണ്ട്. ഏറ്റവും കുറവ് പരാതികൾ വന്നത് ഇടുക്കി ജില്ലയിലാണ്. പക്ഷേ അവിടെ പോലും 400 പരാതികളുണ്ട്. 30 തദ്ദേശ സ്ഥാപനങ്ങൾ ഒഴികെ ബാക്കി എല്ലായിടത്തും പരാതികൾ ഉയർന്നു എന്നുകൂടി നോക്കുമ്പോൾ എത്രത്തോളം അശാസ്ത്രീയമാണ് എന്നതും ഈ വാർഡ് വിഭജനം സംബന്ധിച്ച ആശങ്കകൾ ഉയർന്നു എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കോർപ്പറേഷനുകളിൽ തിരുവനന്തപുരത്ത് 874 പരാതികൾ ആണ് ഉയർന്നു വന്നത്. ഗ്രാമപഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ പരാതി ഉണ്ടായത് ആനക്കയത്താണ്. അവിടെ 96 പരാതികളാണ് ഉണ്ടായത്. മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും കൂടുതൽ പരാതി ഉണ്ടായിരുന്നത് ഇപ്പോൾ കോടതി റദ്ദാക്കിയിട്ടുള്ള കൊടുവള്ളിയിലാണ്. അവിടെ 308 പരാതികൾ ഉയർന്നു വന്നിരുന്നു. ഇങ്ങനെ ഇപ്പോൾ കമ്മീഷന് ലഭിച്ച പരാതികൾ സംബന്ധിച്ച് അതിൻ്റെ പ്രോസസ്സിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇത് പരിശോധിക്കാനായി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുന്ന നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം ഈ പരാതി നൽകിയവരുടെ വാദങ്ങൾ കൂടി കേൾക്കും. അതിനുശേഷമായിരിക്കും നിലവിലുള്ള വാർഡ് വിഭജന പട്ടിക അന്തിമമാക്കുക എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നത്. പക്ഷേ കരടിന്മേൽ ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ വന്നതോടുകൂടി ഇനി നിയമക്കുരുക്കുകൾ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വാർഡ് വിഭജന പ്രക്രിയ കുറെ കൂടി നീണ്ടുപോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. രേഷ്മ.